നമസ്കാരം, ഞാൻ സൺലൈറ്റ് സോളാർ എനർജി സൊല്യൂഷൻസിൻ്റെ MD. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ. 2026 വർഷം ഏറ്റവും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? 2026 വർഷം ഏറ്റവും നല്ല വർഷമായിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഏറ്റവും ക്വാളിറ്റിയും ഏറ്റവും ബെറ്റർ സർവീസും ഉള്ള സൺലൈറ്റ് സോളാർ എനർജി സൊല്യൂഷൻസിനെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. ഏറ്റവും ബെറ്ററായിട്ടുള്ള ഓരോ പ്രൊഡക്റ്റും ഒപ്റ്റിമൈസ് ചെയ്ത് ഏറ്റവും ഗുണമേന്മയുള്ള പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് കരുതുന്നത്. അതായത് 10 ഇയറിലേക്ക് സീറോ കോസ്റ്റിൽ നിങ്ങൾക്ക് പാനൽ ക്ലീനിങ് ഉൾപ്പെടെ ACDB, DCDB, ഐസൊലേറ്റർ, SPD എല്ലാ സാധനത്തിനും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു തരുന്നതായിരിക്കും. അതായത് സ്ട്രെച്ചർ റീപെയിൻറ്റിങ് ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോരോ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് കൃത്യ ടൈമുകളിൽ, അതായത് ഓരോ 4 മാസം കൂടി ഇരിക്കുമ്പോഴും കൃത്യമായിട്ട് നിങ്ങൾക്ക് പാനൽ ക്ലീനിങ് ഉണ്ടാവും. അങ്ങനെ എല്ലാം കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതായത് കസ്റ്റമറെ കൂട്ടിക്കൊണ്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് പോവുക എന്നുള്ളതാണ് എൻ്റെ വിജയം. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റെഫറൻസ് സെയിൽ തരുന്നത്. ഇപ്പം തന്നെ യൂട്യൂബിൽ നിന്നാണെന്നുണ്ടെങ്കിലും എൻ്റെ കസ്റ്റമേഴ്സ് ഓരോ ദിവസവും കൂടി വരികയാണ്. ഗൾഫിലിരിക്കുന്ന നാട്ടിൽ അച്ഛനമ്മമാരെ മാത്രമേ ഉള്ളൂ വീട്ടിലുള്ളൂ. അവിടെ നിന്നൊക്കെ ഒരു ഫോൺ കോൾ മാത്രമേ നമ്മളോട് ചെയ്ത് പറയുന്നുണ്ട്. നമ്മൾ കൃത്യമായിട്ട് ആ സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും അവരുടെ ഫ്രണ്ട്സിലേക്ക് നമ്മളുടെ സോളാർ പ്ലാന്റ് അവർ തന്നെ റെഫറൽ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ കമ്പനി വളർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 500 പേരം പ്ലാന്റ് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. 20 വർഷത്തെ എക്സ്പീരിയൻസാണ്. നമുക്കിതിനകത്തെ എല്ലാ കാര്യങ്ങളും, ഓരോ സാധനങ്ങളും ഏതെല്ലാം കാലഘട്ടത്തിൽ എങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്നുണ്ടെന്നും കൃത്യമായിട്ട് അതിനെ എങ്ങനെ ആ മെറ്റീരിയൽ മോശമാണോ എങ്കിൽ അതിനെയെല്ലാം ഓവർകം ചെയ്തിട്ട് ഏറ്റവും ബെറ്ററായിട്ടുള്ളൊരു സൊല്യൂഷനാണ് നമ്മളിപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു ഗുണമേന്മയാണ്. പ്ലസ് ഒരു സോളാർ ഇൻവെർട്ടറിനെ സംബന്ധിച്ച് 24 മണിക്കൂറിനകത്ത് 6 സർവീസ് വരും. അത് നമ്മൾ ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് ബ്രാൻഡായിട്ട് നമ്മൾ നിലവിൽ വരുന്നുണ്ട്. നമ്മളൊരു 10 വർഷം 15 വർഷത്തിന് പുറമോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇൻവെർട്ടർ വന്നതിനകത്ത് എത്ര കമ്പനി ഇന്ന് നിലവിലുണ്ട്? നമ്മളിപ്പോൾ 48 വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ V-Guard പോലുള്ള കമ്പനികൾ അവരുടെ പാനലുകളെ നമുക്കൊരു 10-15 വർഷമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് അവർ സൈറ്റിൽ സർവീസ് തരും. ഒരു പാനൽ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാലും ഒരു ഇൻവെർട്ടറിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാലോ സ്പീഡിൽ ആരാണോ നമുക്ക് ചെയ്തു തരുന്നത്. പക്ഷേ റേറ്റ് ഇച്ചിരി കൂടുതലാണ് നമ്മൾ മറ്റുള്ള ഇൻവെർട്ടറിനെ അപേക്ഷിച്ചിട്ട്. പക്ഷേ എന്ന് നിലനിൽക്കും, ആവശ്യ സർവീസ് കൃത്യമായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ അദാനിയുടെ ടോപ്പ് കോൺ പാനൽ ഇപ്പം നമുക്ക് 620 വാട്ടിൻ്റെയാണ് വന്നത്. ഏറ്റവും നല്ല എഫിഷ്യൻസി കിട്ടുന്നുണ്ട്. എല്ലാവരും ചാടി അല്ല അവിടെ വിലക്കുറവാണ്, അല്ല അവിടുന്ന് ചെയ്യുന്നുണ്ട്, അതൊക്കെ നോക്കണം. പക്ഷേ ആരും ഈ താരതമ്യം ചെയ്ത് നോക്കാറില്ല. ഒരു പ്ലാന്റ് ചെയ്യുന്നതിലല്ല കാര്യം, അത് ചെയ്തിട്ട് ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ എപ്പം വേണേലും പോകാം. ഏറ്റവും മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ബെറ്റർ പ്രൊഡക്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതൊരു ഹൈ ടിക്കറ്റ് സെയിലാണല്ലോ കൃത്യമായിട്ട്. അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അത് ഏറ്റവും നല്ല നീറ്റായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. നമ്മളെങ്ങനെ കെയർ ചെയ്യുന്ന പോലെ ഈ സോളാർ പാനലിനെ ക്ലിയർ ചെയ്തില്ലെങ്കിൽ അതിന് എഫിഷ്യൻസി കിട്ടത്തില്ല. നല്ല പ്രൊഡക്ഷൻ ലോസ് വരും. ഓരോ 4 മാസം കൂടി ഇരിക്കുമ്പോഴും നമ്മൾ കൃത്യമായിട്ട് അത് പാനൽ ക്ലീൻ ചെയ്തിരിക്കണം. അത് ഏറ്റവും കറക്റ്റായിട്ട് നമ്മളൊരു കാർഡ് വരെ പ്രൊവൈഡ് ചെയ്തിട്ട് കസ്റ്റമറെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുകയും നമ്മുടെ വരുന്ന സ്റ്റാഫ് സൈൻ ചെയ്യിപ്പിക്കുകയും അങ്ങനെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പം പോകുന്നത്. ഞാൻ KSEBയിൽ നിന്ന് VRS എടുത്തത് തന്നെ ഈ സോളാർ പ്ലാന്റ് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ജോലിയാണ്. അതിന് ആഫ്റ്റർ സെയിൽസ് അല്ലെങ്കിൽ സർവീസ് അതിലേതാണ് ഏറ്റവും ബെറ്ററായിട്ട് കൊടുക്കേണ്ടത്? സെയിൽസ് ഓക്കെ, പക്ഷേ ആഫ്റ്റർ സർവീസാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പെയിൻ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച്. ആ പെയിൻ നമ്മൾ മാറ്റി കൊടുക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ വിജയിക്കുന്നത്. വീണ്ടും ആ കസ്റ്റമർ നമ്മളെ അവരുടെ വർഷങ്ങൾ കൊണ്ടുള്ള ആവശ്യം, ഇപ്പം തന്നെ 7 വർഷം 10 വർഷമായ കസ്റ്റമേഴ്സൊക്കെ ഇപ്പോഴും വീണ്ടും നമുക്ക് വർക്ക് തന്നുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ വിജയമാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് എല്ലാ ദിവസവും ഞാൻ 1 മണിക്കൂർ പഠിക്കുന്നുണ്ട്. ഒരു സോളാർ പ്ലാന്റ് എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാം. എല്ലാ ദിവസവും 1 മണിക്കൂർ. 3 വർഷം കഴിഞ്ഞ് 4-ാം വർഷം തുടങ്ങിയിരിക്കുകയാണ്.
അങ്ങനെ നമ്മൾ ഇതിൽ മാസ്റ്ററായിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഓരോ സൊല്യൂഷനും നമ്മൾ കൃത്യമായിട്ട്. അപ്പോൾ നിങ്ങളവർക്കും ഈ 4 വർഷം വേണോ ഈ സോളാറിനെ കുറിച്ച് പഠിക്കാൻ? അങ്ങനെയല്ല, കൃത്യമായിട്ട് ഓരോ ദിവസവും നമ്മൾ ഓരോ മണിക്കൂറും പഠിക്കുന്നത് അത് സോളാർ പ്ലാന്റിലേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴാണ് അത് നമുക്ക് വിജയമായിട്ട് വരുന്നത്. കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇത്രയും പൈസ മുടക്കുമ്പോൾ നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് പീരിയോഡിക് മെയിൻ്റനൻസ് ഉണ്ടെങ്കിലേ പറ്റൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഏറ്റവും വലിയ നഷ്ടമായിരിക്കും. അതുപോലെ തന്നെ ഒരു 5 വർഷം 7 വർഷമൊക്കെ കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഈ വില കുറഞ്ഞ പ്ലാന്റൊക്കെ ചെയ്തിട്ട് അതിനകത്തെ ഓരോ കാര്യങ്ങളും നമുക്ക് പ്രശ്നങ്ങളായിട്ട് വരും. അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ സോളാർ പ്ലാന്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അധികം വരുന്ന യൂണിറ്റിന് നമുക്ക് 3 രൂപ 8 പൈസ വെച്ച് നമുക്ക് എല്ലാ വർഷവും നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് KSEB കൃത്യമായിട്ടത് നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇപ്പം ഈ ന്യൂ ഇയർ ആയിട്ട് നമ്മൾ ഓരോ കസ്റ്റമേഴ്സിനും നമ്മൾ ഈ ഇൻഫ്രാറെഡിൻ്റെ ഇൻഡക്ഷൻ കുക്കർ, പ്രസ്റ്റീജിൻ്റെ ഒരു ഇൻഡക്ഷൻ കുക്കർ കൊടുക്കുന്നുണ്ട്, പ്രസ്റ്റീജോ വീഗാർഡോ. അപ്പോൾ ആ ഇൻഡക്ഷൻ കുക്കർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ പാചകം, നമ്മുടെ എല്ലാ പാത്രം വയ്ക്കാൻ പറ്റും. അത് മൺകലം മുതലുള്ള എല്ലാ പാത്രങ്ങളും നമുക്ക് വയ്ക്കാൻ പറ്റും അതിൽ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ 6 മണിക്ക് മൺകലത്തിൽ നമ്മൾ അരിയിടുന്നു, ഒരു 2000 ഇട്ട് നമ്മൾ തിളപ്പിക്കുന്നു ഇൻഡക്ഷൻ. പിന്നെ അതൊരു വെള്ളമെല്ലാം തിളച്ച് അരിയെല്ലാം ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് നമുക്കൊരു 600 ഇട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നതായിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മെറ്റീരിയലും ഒപ്റ്റിമൈസ് ചെയ്ത് ലോങ് ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പണി കിട്ടിയിരിക്കും. അതിനകത്ത് 100% എത്ര എണ്ണം കൂടുതൽ ചെയ്യുന്നു എന്നുള്ളതല്ല, ഏറ്റവും വൃത്തിയായിട്ട് ആരാണോ അത് ചെയ്യുന്നത്, അതിന് ആഫ്റ്റർ സർവീസ് ആരാണോ തരുന്നത്, അതാണ് ഏറ്റവും. സെലക്ഷൻ അല്ല മെയിനായിട്ട് നോക്കേണ്ടത്. അതിനകത്ത് നമ്മൾ ഓരോ പ്രൊഡക്റ്റും അതിൻ്റെ സർവീസ്, ക്വാളിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇതെല്ലാം നമ്മൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടാണ് നമ്മൾ ഒരു സോളാർ പ്ലാന്റ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പം പിന്നെ അവിടെ നമുക്ക് പെയിനില്ല. ആവശ്യത്തിന് മെറ്റീരിയൽ ഉപയോഗിക്കുക, ആവശ്യത്തിന്. ഇന്ന് ഇപ്പോൾ ഒരു 3 ഓർഡർ ഇന്നിപ്പോൾ നമ്മളെ വിളിച്ചിട്ട് വന്ന് ചെയ്യുക എന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓരോ ദിവസവും ഇങ്ങനെ 2-3 ഓർഡർ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം കസ്റ്റമറിൽ നിന്ന് കസ്റ്റമറിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സോളാർ പാനലിന് 30 വർഷമുള്ള സോളാർ പാനലിന് നമുക്ക് 10 വർഷത്തേക്കുള്ള സ്ട്രക്ചർ ഇട്ടാൽ മതിയോ? അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വില കുറഞ്ഞ DC കേബിളുകളുണ്ട്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് 49 രൂപ വിലയുള്ള 4mm, 6mmൻ്റെയും 10mmൻ്റെയും ഒക്കെ കോപ്പറിൻ്റെ വീഗാർഡിൻ്റെ കേബിളാണ് ഉപയോഗിക്കുന്നത്. വീഗാർഡിൻ്റെ കേബിൾ വന്നിട്ടുണ്ട്. നിങ്ങൾ വില കുറഞ്ഞ കേബിളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നീട് അതിന് പ്രൊഡക്ഷൻ ലോസ് ഉണ്ടാകും. അതായത് പാനലിൽ നിന്ന് ഇറങ്ങി വരുന്ന കറണ്ട് ലോസായിട്ട് പോവും. അതിൽ കോപ്പർ കുറവായിരിക്കും, പക്ഷേ വില കുറവാണ്. 30 രൂപ 35 രൂപയൊക്കെ വിലയുള്ളൂ. ബ്രാൻഡഡ് അല്ല. എല്ലാവരും ഓരോ പ്രൊഡക്റ്റും ചെയ്യുന്നുണ്ട്. അതിനകത്തെ കോപ്പറിന് എത്ര തൂക്കമുണ്ടോ അതിനകത്താണ് നമുക്ക് മെയിനായിട്ട് കാര്യം ഇരിക്കുന്നത്. ഇപ്പം തന്നെ നമ്മൾ സെല്ല് നിർമ്മിക്കുന്ന കമ്പനികൾ, ആ സെല്ല് നിർമ്മിച്ചിട്ട് മാത്രമല്ല കാര്യം, അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി എങ്ങനെ ഇരിക്കുന്നോ അതേപോലെ തന്നെ നമ്മളതിനെ ക്ലീൻ ചെയ്ത് ഏറ്റവും കൂടുതൽ വെയിൽ കിട്ടത്തക്ക രീതിയിൽ, വെട്ടം കിട്ടത്തക്ക രീതിയിൽ അതിനെ സൗത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. ഇതിനകത്ത് എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. എല്ലാം കൃത്യമായിട്ട് എനിക്കറിയാം. ഞാൻ ഇതിനകത്ത് മാസ്റ്ററാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും തെറ്റുകൾ പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്, എന്തെങ്കിലും ഇതിനകത്ത് അറിവേണ്ടതായിട്ടുണ്ടോ, അങ്ങനെ കൃത്യമായിട്ട് കേരളത്തിൽ എവിടെയും നമ്മൾ കൃത്യമായിട്ട് നമ്മളിത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2026 പുതുവർഷത്തിൽ ഒരു 50 ഫ്രാഞ്ചൈസി നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ മാസം തന്നെ നമ്മൾ 3 ഫ്രാഞ്ചൈസി ഓപ്പണിംഗ് ഉണ്ട്. ഒന്ന് റാന്നി പെരുന്നാട്, ഒന്ന് അടൂര്, ഒന്ന് മാവേലിക്കര. അങ്ങനെ 3 ഫ്രാഞ്ചൈസി നമ്മൾ ഓപ്പണിംഗ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ വെർച്വൽ ഫ്രാഞ്ചൈസി. എന്താണ് വെർച്വൽ ഫ്രാഞ്ചൈസി? നിങ്ങൾ സൺലൈറ്റ് സോളാർ എനർജി സൊല്യൂഷനുമായിട്ട് ഒരു എഗ്രിമെൻറ്റ് വെക്കുക.
അപ്പം നോർമലി നിങ്ങൾക്കൊരു വരുമാനം കൃത്യമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. കൃത്യമായിട്ട് നിങ്ങൾ സോളാർ പ്ലാന്റ് നിങ്ങളുടെ അടുത്തുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വെർച്വൽ ഫ്രാഞ്ചൈസി എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും ഒരു 1,00,000 രൂപയിലും തരത്തക്ക രീതിയിലുള്ള ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് കൃത്യമായിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് കൃത്യമായിട്ട് എല്ലാ ദിവസവും രാവിലെ അരമണിക്കൂർ നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടാകും. എല്ലാ ദിവസവും ഇന്നലെ എന്ത് ചെയ്തു, ഇന്ന് എന്ത് ചെയ്തു, നാളെ എന്ത് ചെയ്യാൻ പോകുന്നു, മറ്റന്നാൾ എന്ത് ചെയ്യാൻ പോകുന്നു, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ അവയർനെസ് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ 2030 100 കോടി രൂപ വിറ്റുവരവുള്ള ഒരു കമ്പനിയായിരിക്കും സൺലൈറ്റ് സോളാർ എനർജി സൊല്യൂഷൻസ്. 2026 10 കോടി രൂപ വിറ്റുവര ഉണ്ടായിരിക്കും 100%. അത് ഇന്നേ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ നമ്മുടെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് ഒരു മിഷൻ ഒക്കെ ഉള്ളവർക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഒരു എംപ്ലോയി എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നിന്നും ഞാൻ ഒരു എൻ്റർപ്രനർ എന്നുള്ളൊരു നിലയിലേക്ക് ഞാൻ മാറിയത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സൺലൈറ്റ് സോളാർ എനർജി സൊല്യൂഷൻസിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. കൃത്യമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, നടപ്പിലാക്കാത്ത ഒരു കാര്യവും നമ്മൾ സമയം കളഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. സമയത്തിനാണ് ഇന്ന് നമുക്ക് വില. കടന്നു പോകുന്ന ഓരോ സമയത്തിനും ഓരോ വില. ഞാൻ ഇന്ന് എൻ്റെ ഓരോ മണിക്കൂറിന് വിലയിട്ടിരിക്കുന്നത് 50,000 രൂപയാണ്. എൻ്റെ സമയം ഞാൻ അങ്ങനെ വെറുതെ പാഴായി കളയാറില്ല. ആർക്ക് ഞാൻ എൻ്റെ സമയം കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് വാല്യൂ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ള ഒറ്റ കാര്യത്തിന് മാത്രമേ കൃത്യമായിട്ട് ഒരു കസ്റ്റമറെ നമുക്ക് കാണുമ്പോൾ തന്നെ കൃത്യമായിട്ട് ആ കസ്റ്റമർ സോളാർ പ്ലാന്റ് വെക്കുമോ വെക്കത്തില്ലയോ ക്വാളിഫൈ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ ഇന്ന് ഞാൻ ദിവസവും രാവിലെ ഒരു മണിക്കൂർ വീതം പഠിക്കുന്നതുകൊണ്ടുള്ള അറിവുകൾ കൊണ്ടാണ് നമ്മളത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ ഓരോ കാര്യവും ഒപ്റ്റിമൈസ് ചെയ്ത് നമ്മൾ കൃത്യമായിട്ട് നടപ്പിലാക്കാതെ ഇപ്പം നമ്മൾ പഠിച്ചിട്ട് കാര്യമുണ്ടോ? ആ പഠിക്കുന്ന അറിവുകൾ നടപ്പിലാക്കിയില്ല എന്തോ ചെയ്യും? അത് വേസ്റ്റാണ്. അതൊന്നും നമുക്ക് ജീവിതത്തിൽ നമുക്കൊന്നും തരത്തില്ല. അത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നടപ്പിലാക്കുക. എത്ര സ്പീഡിൽ നടപ്പിലാക്കണം. വെറുതെ നടപ്പിലാക്കിയിട്ട് കാര്യമില്ല, സ്പീഡിൽ. ഞാൻ നടപ്പിലാക്കാനാണ് 2000 പുതുവർഷം. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ മണിക്കൂറും കടന്നു പോവുകയാണ്. നമ്മളാണ് 2026 പുതിയ വർഷമുണ്ട്. പുതിയ വർഷമല്ല, നമ്മുടെ കർമ്മമാണ്. നമ്മൾ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നു, അത് എങ്ങനെ ചെയ്യുന്നു, അത് ഏത് രീതിയിൽ നടപ്പിലാക്കുന്നു, അതിനകത്താണ് കാര്യം. ഓരോരുത്തർക്കും കൊടുക്കുന്നത് ഏറ്റവും ബെറ്ററായിട്ടുള്ള രീതിയിൽ കൊടുക്കുക. അതിപ്പോൾ നമ്മൾ ഇപ്പം 2025 വന്നു, 24 വന്നു, 26 വന്നു, ഇനിയും 2027 വരും. ആ 26 നടപ്പിലാക്കിയോ? 2025 ഞാൻ ചെയ്തിരുന്ന വിഷൻ ഏകദേശം 10 മാസത്തിനകത്ത് അത് നടപ്പിലാക്കി. പിന്നെ 2 മാസം എക്സ്ട്രയാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഓരോ വർഷവും 2027 എന്ത് ചെയ്യും, 2026 50 ഫ്രാഞ്ചൈസി 10 കോടി രൂപ വിറ്റ് വരെയുള്ള കമ്പനി. ഒന്നുകൂടെ ഞാൻ എടുത്ത് പറയുന്നുണ്ട്. കൃത്യമായിട്ട് അത് നടപ്പിലാക്കി നിങ്ങളെ ഞാൻ കാണിച്ചു തന്നിരിക്കും. കൃത്യമായിട്ട് 300 സോളാർ പ്ലാന്റ് മിനിമം. അതുപോലെ തന്നെ ഓരോ മാസവും 50 പെല്ലറ്റ്. ഒരു പെല്ലറ്റ് എന്ന് പറയുമ്പോൾ 30 പാലാണ്. 50 ഫ്രാഞ്ചൈസി വഴി മിനിമം വിറ്റഴിക്കാനുള്ള പ്ലാനാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ആ പ്ലാൻ നിങ്ങളെ വേണ്ടി ഞാൻ പങ്കുവെക്കുകയാണ്. കൃത്യമായിട്ട് അത് നടപ്പിലാക്കിയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെന്നുണ്ടെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. എല്ലാവർക്കും പുതിയ വർഷ ആശംസകൾ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, കർമ്മമാണ്, നമ്മൾ ചെയ്യുന്ന കർമ്മമാണ്. പുതുവത്സരം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ വർഷത്തിൽ എന്ത് നടപ്പിലാക്കുന്നു അതിനകത്താണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ന്യൂ ഇയർ ആശംസകൾ. ഓക്കെ, താങ്ക് യു.